നരകം സമ്മാനമായി തന്ന നാരായം കൊണ്ടാണ് ഞാൻ എഴുതാറുള്ളത്. അതിനാലാണ് എൻ്റെ കവിതകളിൽ ദൈവത്തിൻ്റെ കൈയക്ഷരമില്ലാതെ പോയത് എന്ന് ഒരു പുസ്തകത്തിന് നാന്ദിയായി ലൂയിസ് പീറ്റർ പറഞ്ഞ വരികളാണിത്. പാതയായി പോയതുകൊണ്ടായിരിക്കാം നിരന്തരം ചവിട്ടേൽക്കുന്നത്. ഇനിയൊരാകാശമാകണം, നക്ഷത്രങ്ങൾ മാത്രം പൂക്കുന്ന ഒരു മഹാശാഖി. കേരളത്തിലെ സാഹിത്യ സദസ്സുകളിലും സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിലും ശ്രദ്ധേയനായിരുന്ന ഒരു കവിയായിരുന്നു ലൂയിസ് പീറ്റർ. വായനക്കാർക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും അദ്ദേഹം ലൂയി പാപ്പൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1986 ആദ്യ കവിത എഴുതിയ ശേഷം അദ്ദേഹം നീണ്ട 20 വർഷക്കാലം കവിതാരചനയിൽ നിന്നൊക്കെ വിട്ടുനിന്നു. 2006 വീണ്ടും കവിതകളുമായി സജീവമായി രംഗത്തെത്തി. യാത്രകളോടും ജീവിതാനുഭവങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രതിഫലിച്ചിരുന്നു. ലൂയിസ് പീറ്ററിൻ്റെ കവിതകൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്ഷയരോഗബാധിതനായി ചികിത്സയിലിരിക്കെ 2020 അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്. ലൂയിസ് പീറ്ററിൻ്റെ ജീവിതവും കവിതകളും വളരെ തീവ്രവും വൈകാരികവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വായനക്കാരുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കവിത ചൊല്ലണം എന്ന് തോന്നി. നിള പോലെയാണിന്ന് ഞാൻ, ഒഴുകാനാവുന്നില്ല, ആരോ എന്നെ കോരിയെടുക്കുന്നു. നിശ പോലെയാണിന്നു ഞാൻ, ഉറങ്ങാനാവുന്നില്ല, ഒരു നിലാവ് എൻ്റെ മിഴികളിൽ അണയാതെ നിൽക്കുന്നു. ചതിയനാണിന്നെൻ്റെ ദൈവം, അതിരാവിലെ ഒരു കഠിന വേദന കരളിൽ തന്നു. മൊത്തിക്കുടിക്കേണ്ട, തൊട്ടുകൂട്ടാൻ പോലും അല്പം വിഷം തന്നില്ലയൊപ്പം. ഹേ ബാംസുരി, നിന്റെ ഇടറിയ ജപശ്രുതി ഇനിയും എൻ്റെ കാതിൽ പകരരുത്. വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും. എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും